ഉറങ്ങുവത് പോലും സാക്കാട്, ഉറങ്ങി വിഴിപ്പത് പോലും പിറപ്പ്. മലയാളത്തിൻ്റെ ബുദ്ധിജീവിയായ ഡയറക്ടർ LJP ലിജോ ജോസ് പല്ലിശ്ശേരി. അവാർഡ് സിനിമകളെന്നുള്ള അതൊരു ജോണറെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെങ്കിലും ആ ഒരു കാറ്റഗറിയും, എന്നാൽ കൊമേഴ്സ്യൽ സിനിമ, അതായത് എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ഇത് രണ്ടിനും നടുവിലൊരു സെഗ്മെൻ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത ഒരു ഡയറക്ടറാണ്. അതായത് നമ്മളൊരു അവാർഡ് സിനിമ പോലെ കൺസീവ് ചെയ്യുന്ന ഒരു സിനിമ നമുക്ക് കണ്ട ഒരു തരത്തിലുള്ള ബോറടിയും തോന്നത്തില്ല. അത്ര നല്ല ലൈവ്ലി ആയിട്ട് എൻഗേജിങ് ആയിട്ട് ആ സിനിമ കൊണ്ടുപോകും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അത് ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ഇന്നലെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഉടൻ കണ്ടു. സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത് ശരിക്കും തിരുമൂലർ എന്ന് പറഞ്ഞൊരു തമിഴ് സിദ്ധൻ്റെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. സിമിലർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും അതിലൊരു എന്താണ്, ഒരാൾ മരിച്ചിട്ട് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന പോലുള്ള ഒരു കഥയുണ്ട്. അതായത് മൂലൻ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ്റെ ശരീരത്തിലേക്ക് ആദി യോഗി പരമശിവൻ പ്രവേശിച്ച് പിന്നീട് തിരുമൂലൻ എന്നുള്ള സിദ്ധനായിട്ട് കാലങ്ങളോളം ജീവിച്ച ഒരുപാട് സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പാടലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊരു ചെറിയ കണക്ഷൻ ഈ ഒരു സിനിമയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ ആ ഒരു തിരുവള്ളൂരുടെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കോട്ട്, ഉറങ്ങുവത് പോൽ സാക്കാട്, ഉറങ്ങി വിഴിപ്പത് പോൽ പിറപ്പ് എന്ന് വെച്ചാൽ മരണമെന്ന് പറയുന്നത് ഒരു സോർട്ട് ഓഫ് ഉറക്കത്തിൻ്റെ ഒരു ഡീപ്പ് ഉറക്കം എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അതായത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് എന്നും പറയാൻ പറ്റത്തില്ല, അതൊരു ഉറക്കം പോലുള്ളൊരു സ്റ്റേജാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഉറക്കത്തിൽ നിന്നുള്ള അടുത്ത ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു എഴുന്നേൽപ്പാണ് പിറപ്പ്, അടുത്ത ഒരു എന്താ പറയുക, ഒരു ജന്മം അല്ലെങ്കിൽ ജനനം എന്നുള്ളതാണ് ആ ലൈൻസിലൂടെ തിരുവള്ളൂർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിക്ക് കുറച്ച് ഡീപ്പാണ്. അതിനകത്ത് ഒരുപാട് സിദ്ധ സയൻസ് അല്ലെങ്കിൽ സിദ്ധയുടെ ഫിലോസഫിയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തിരുമൂലനെ കുറിച്ചുള്ളൊരു കഥയായിരുന്നാലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം. മമ്മൂട്ടിയുടെ അഭിനയം ഓസം. മമ്മൂട്ടി എന്ന നടൻ്റെ പ്രതിഭയെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്. അത് നല്ല ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം പല സീക്വൻസ് ഈ സിനിമ എടുത്തിരിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് എല്ലാം സ്റ്റഡി ഷോട്ട്സ് ആണ്, സ്റ്റഡി ആയിട്ട് ക്യാം വെച്ചിട്ട് ആ ഒരു ഡ്രാമ പോലെ ആണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം, ഒരുപാട് സമയം ഒരു അഭിനേതാവ് അഭിനയിക്കേണ്ടതുണ്ട്, ഡയലോഗൊക്കെ കാണാതെ പഠിച്ച്. കാരണം അതിൻ്റെ ഇടയിൽ കട്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതൊന്നും വരാതെ ഡയലോഗൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. ഒരു ഡ്രാമ പെർഫോം ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് മമ്മൂട്ടി എന്ന ആക്ടർ ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗേറ്റ് ഒന്ന് ഇറങ്ങി തുറക്കൂടാ, ശരിക്കും നല്ല ലൈവ്ലി ആയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഫാമിലിയോടുകൂടി അവരെ ഞാൻ പറഞ്ഞ് ആ ഒരു സിനിമയ്ക്ക് പിടിച്ചുകൊണ്ട് കയറ്റി ചേച്ചിയുടെ വായിരിക്കുന്ന അത്രയും ഞാൻ കേട്ടു. കാരണം അത്ര ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയ്യോ, അത് ഈ ഇദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ പിഴവുകളൊന്നും അല്ല, അത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവന്മാരുടെ പെർഫോമൻസ് കാരണം കോളം തോണ്ടിയ ഒരു സിനിമ. ഇനി അതിനും ഫാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് രീതിയിലുള്ള ഫാൻ ഫോളോ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്, ഒരു മൂവി മേക്കിംഗ് ഫോമാറ്റ് ഉണ്ട്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ തന്നെയാണ്. ഒരു സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഇതാരാ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ള അത്ര ഒരു ലിജോ പല്ലിശ്ശേരി സിഗ്നേച്ചർ അദ്ദേഹത്തിൻ്റെ. പഴയ സിനിമകൾ ഈ ഡബിൾ ബാരൽ എന്നുള്ള ഒരു സാധനം മാറ്റി നിർത്തി അതിനും അതിൻ്റേതായിട്ടുള്ള കുറേ അതിലെ അഭിനേതാക്കളാണ് ആ സിനിമ കുളമാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ നല്ല രീതിയിലൊക്കെ നല്ല പെർഫോം ചെയ്യുന്നപ്പോൾ ആട് പോലുള്ള ഒരു ടീമൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡബിൾ ബാരലിനും അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് സിനിമയ്ക്ക് വന്നു പോയേനെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ ഫസ്റ്റ് ഡയറക്ഷൻ ആരെന്നൊന്നും എഴുതി കാണിക്കാതെ ഒരു സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വർക്കാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആമേനൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് 2-3 തവണ ഞാൻ ആ സിനിമ കണ്ട്.
അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല സിനിമകളാണ്, എന്നാൽ അതിലേറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ തമിഴുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ടൊക്കെ കുറച്ച് ഈ ഒരു സിനിമ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഈച്ച് ആൻഡ് എവറി സീക്വൻസ് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരുന്ന് കണ്ടത്. കാരണം രാത്രി ആയതുകൊണ്ട് ഒരു ചെറിയ മയക്കമുണ്ട്, പിന്നെ ചെറിയ സ്ക്രീനിൽ മൊബൈലിലാണ് കണ്ടത്. ശരിക്കും മൊബൈലല്ല, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പഴയ സിനിമകളുടെയൊക്കെ എല്ലാത്തിനും ആദ്യം ഒരു കോർട്ടസിയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, എല്ലായിടത്തു നിന്നും പെർമിഷൻ എടുത്തിട്ടൊക്കെ ചെയ്തിരിക്കുന്നതായിരിക്കാം. പക്ഷേങ്കിലും അതൊക്കെ നല്ല വെൽ പ്രിസൈസ് അല്ലെങ്കിൽ വെൽ സിങ്കായിട്ട് ആ സിനിമയ്ക്ക് യോജിക്കുന്ന ഓരോ സന്ദർഭങ്ങൾക്കും യോജിക്കുന്ന തരത്തിലുള്ള പഴയ പാട്ടുകളും അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന സംഭവങ്ങളായിരുന്നാലും ഭയങ്കര രസമുണ്ട്. അത് ശരിക്കും അത്രയും സിങ്കായിട്ടതൊരു ഈ സിനിമയുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും വലിയൊരു എഫേർട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈച്ച് ആൻഡ് എവരി ഷോട്ടിലെ ഡീറ്റെയിലിംഗ് ആയിരുന്നാലും എല്ലാം ശരിക്കും നമ്മൾ ആ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൽ ചെന്ന് ഇതൊക്കെ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ആ ഒരു തമിഴ്നാടിൻ്റെ ഒരു ഹാർഡ് കോറിലുള്ള ഒരു വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമയിൽ പോയതുപോലുള്ളൊരു അനുഭവം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും OTT ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഈ സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോയിലറായി പോവും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഈ സബ്ജക്റ്റുമായിട്ട്, അതായത് സിദ്ധയുടെ ഫിലോസഫിയും സിദ്ധേഴ്സിൻ്റെ ഫിലോസഫിയും ഈ സിനിമയായിട്ടുള്ള കണക്ഷൻ, അത് തിരുവള്ളവരുടെ ഒരു ലൈൻ ആദ്യം പറഞ്ഞത് കൊണ്ട് തന്നെ അതിൽ നിന്നും കുറേ എക്സ്പാൻഡ് ചെയ്താണ് ഈ സിനിമ, ആ ലൈൻസിൽ നിന്നാണ് ഈ സിനിമ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. സിനിമ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഓസം, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മൂവി മലയാളത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കണക്കാണ് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും IMDb റേറ്റിംഗ് ഞാനൊരു ഔട്ട് ഓഫ് 10 9 വോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സിനിമ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.